ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡോഗ്സ് കോയിൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള എക്സ്ചേഞ്ചിലേക്കോ ടെലിഗ്രാം വാലറ്റിലേക്കോ ഡോഗ്സ് കോയിൻ ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കും. എക്സ്ചേഞ്ച് ആണെങ്കിൽ OKX, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ഗ്യാസ് ഫീ ഒന്നും പേ ചെയ്യേണ്ട, സീറോ ഗ്യാസ് ഫീയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്ചേഞ്ചിലാണെങ്കിൽ ടെലിഗ്രാം വാലറ്റിലേക്ക് കുറച്ച് ഗ്യാസ് ഫീ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എക്സ്ചേഞ്ചുകളിൽ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ ഡോഗ്സ് കോയിൻ എങ്ങനെ ക്ലെയിം ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ബൈബിറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കും അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കും രണ്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഫുൾ KYC കംപ്ലീറ്റ് ചെയ്യണം, അതൊക്കെ ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഡോഗ്സ് ഓപ്പൺ ചെയ്യുക. ഡോഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് പറഞ്ഞ ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ചേഞ്ചസ്, വാലറ്റ് ഇൻ ടെലിഗ്രാം, നോൺ കസ്റ്റഡിയൽ വാലറ്റ്, 3 ഓപ്ഷൻസ് കാണും. നോൺ കസ്റ്റഡിയൽ വാലറ്റ് 20 ലിസ്റ്റാണ് സമയത്താണ് ഓപ്പൺ ആവുകയുള്ളൂ. ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ടോൺ കീപ്പർ ഉള്ള വാലറ്റിലേക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിലേക്കാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് 2 എക്സ്ചേഞ്ച് കാണാൻ സാധിക്കും, OKX, ബൈബിറ്റ്. ഇപ്പോൾ നമ്മൾ ബൈബിറ്റിലേക്കാണ് ക്ലെയിം ചെയ്യുന്നത്. ബൈബിറ്റ് സെലക്ട് ചെയ്യുക, സെൻഡ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ഡു യു ഹാവ് ആൻ ബൈബിറ്റ് അക്കൗണ്ട്, അപ്പോൾ യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് 3 കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. ബൈബിറ്റ് UID, ഡോഗ്സ്, ഡെപ്പോസിറ്റ് അഡ്രസ്സ്, മെമ്മോ. ഈ 3 കാര്യങ്ങളും വളരെ കൃത്യമായി എൻ്റർ ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് നേരെ ബൈബിറ്റിലേക്ക് പോയിട്ട് നമുക്ക് UID നമ്പർ എൻ്റർ ചെയ്യാം ആദ്യം. അപ്പോൾ നേരെ ബൈബിറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള പ്രൊഫൈൽ ഐക്കൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിമിൻ്റെ തൊട്ട് താഴെയായിട്ട് UID നമ്പർ കാണാൻ സാധിക്കും. ആ നമ്പർ ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഡോഗ്സ് ഓപ്പൺ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ്, അപ്പോൾ അത് നേരെ നമ്മൾ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ അസറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഡോഗ്സ് കോയിൻസ് ഇവിടെ സെർച്ച് ചെയ്യണം. സെർച്ച് ബാറിൽ ഡോഗ്സ് കോയിൻ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഡോഗ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂസ് ചെയിൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, അത് ടോൺ നെറ്റ്വർക്കാണ്. ടോൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്. അതിവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഡോഗ്സ് ഓപ്പൺ ചെയ്തിട്ട് വാലറ്റ് ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മെമ്മോ നമ്പറും കൂടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ പേജിലേക്ക് തന്നെ വരിക. അവിടെ താഴെ ടാഗ് ഓർ മെമ്മോ എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അതിവിടെ കോപ്പി ചെയ്യുക, നേരെ കൊണ്ടുപോയി ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കറക്റ്റാണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫേം വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും. അവിടെ നമ്മുടെ UID നമ്പർ, ഡെപ്പോസിറ്റ് അഡ്രസ്സ്, മെമ്മോ നമ്പർ ഇത്രയും കാണാൻ സാധിക്കും. താഴെ KYC പാസ്ഡ് ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. KYC എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഐ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ഇസ് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇത് പ്രോസസ്സിങ്ങിലാണ്. നമ്മുടെ ബൈബിറ്റ് അക്കൗണ്ടിലേക്ക് ഡോഗ്സ് കോയിൻ ക്ലെയിം ആയിക്കോളും. പിന്നെ താഴെ കാണുന്ന വൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡോഗ്സ് വിഡ്രോയിങ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡോഗ്സ് കോയിൻ നമ്മുടെ ബൈബിറ്റ് അക്കൗണ്ടിലേക്ക് വന്നോളും. നമുക്ക് 20 ലിസ്റ്റാണ് സമയത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് സെല്ല് ചെയ്യണ വീഡിയോ ഒക്കെ പുറകെ ഞാൻ ഈ ചാനലിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണിച്ച പോലെ എല്ലാ പ്രോസസ്സും വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. എല്ലാവരും ക്ലെയിം ചെയ്യുന്ന തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് ലാഗ് വരുന്നത്. നിങ്ങൾ 20 തീയതി വരെ സമയമുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.